അവിടെ കാണേ എന്താ ഇത് എടി പോന്ന് ഓക്കെ. അപ്പം ദാറ്റ് ഈസ് മിസ്റ്റർ ഹസൻ ഭായിയെ പറ്റി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പുള്ളി പുറത്തു പോയിട്ട് വരട്ടെ. ഓക്കെ, എന്താണ് പറയാനുള്ളത്? വീണ്ടും നമ്മളെ മല്ലു ഷാക്കിനെ നമ്മൾ കണ്ടുമുട്ടിക്കുകയാണ്. എത്ര വർഷത്തിന് ശേഷം? 2019 ഇതേപോലെ ഒരു മീറ്റപ്പ് നടന്നത്. അന്ന് നമ്മൾ കണ്ടതും സുസുക്കിന്റെ ഷോറൂമിൽ നിന്നാണ്, വർക്ക്ഷോപ്പിൽ നിന്നാണ്. അന്ന് നമ്മൾ രണ്ടുപേരും മാത്രം അറിയുന്ന വലിയൊരു രഹസ്യമുണ്ട്, ആരോടും പറയാ. ഇപ്പം വേണം പറയാൻ. എനിക്ക് ഇത്ര വർഷമായില്ല. ശരി, പറഞ്ഞോ, കുഴപ്പമില്ല. ആമിനെക്കുട്ടി ഇല്ലല്ലോ ഇപ്പൊ. ആമിനെക്കുട്ടി ഇല്ല. ഞാൻ നിങ്ങൾക്ക് വലിയൊരു സീക്രട്ട് പറഞ്ഞുതരാം. ഞാൻ ഇതുവരെയായിട്ട് പുറത്തു വിടാത്തൊരു സീക്രട്ടാണ്. 2019 2020 നമ്മൾ ദുബൈയിൽ വണ്ടി എടുത്തുന്നപ്പം ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഒമാനിൽ പോയി ആ വണ്ടി ടാപ്പിറ്റൊക്കെ ഇഷ്യൂ കംപ്ലൈൻ്റ് ഒക്കെ ആയി വന്നിരുന്നു. എന്നിട്ട് ദുബൈ ഞാൻ അല്ലയിൽ പോയിട്ട് വരുമ്പം ആ വണ്ടിയുടെ എഞ്ചിൻ അടിച്ചു ഹെഡില്ലേ, ഹെഡൊക്കെ പീസായി. ഞാൻ ആ വണ്ടി ഹൈവേന്ന് എടുത്ത് ഡെസേർട്ടിലേക്ക് കൊണ്ടിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അയച്ചു. കാരണം ആൾക്കാരെ നാണക്കേടല്ലേ, നമ്മളൊരു TVS ബ്രാൻഡ് നമ്മൾ നോക്കണ്ടേ. അങ്ങനെ ആ വണ്ടി എടുത്ത് നമ്മൾ പിന്നെ റിക്കവറിയിൽ കയറ്റി നേരെ പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. മൂപ്പരത് അയച്ചിട്ട് ഞാൻ നാട്ടിൽ TVS പറഞ്ഞ പുതിയ എഞ്ചിൻ കൊണ്ടുവന്നു. പുതിയ എഞ്ചിൻ ഇട്ടിട്ടാണ് ഞാൻ ഓടിയത്. അതെ, അത് കമ്പനിയുടെ മിസ്റ്റേക്കല്ല, എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാനൊരു ഓവർലോഡ് പിന്നെ അറിയാത്തൊരാളെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ച് ഒമാനിൽ വെച്ച്. അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻ്റ് വരെ ഞാൻ ഈ സീക്രട്ടെ പുറത്തുവിടി വിട്ടില്ല. പുള്ളിയെ കണ്ടപ്പോഴാണ് പഴയ ഓർമ്മകൾ അയവർക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ. ഓക്കെ, എന്തായാലും ഇത്ര കൊല്ലമായിട്ടും ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മളെ ഗോൾഡ് വിന്നായിട്ടാണ്. എന്ത് തോന്നുന്നു? അടിപൊളി. എൻ്റെ അടുത്തേക്ക് വന്നതിൽ തന്നെ വളരെ സന്തോഷം. ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് വരാണ്ടിരിക്കുമല്ലോ. വരുന്നു പറഞ്ഞിരുന്നു, കണ്ടതിൽ സന്തോഷം. എല്ലാ റൈഡും വണ്ടിയെല്ലാം കാണുമ്പോൾ തോന്നും അടിപൊളി അല്ലേ. നാട്ടിൽ നിന്ന് ഫോട്ടോസ് കണ്ടപ്പോൾ ഇത്രയാണ് പ്രതീക്ഷിച്ചില്ല. അടിപൊളി ഡിസൈനൊക്കെ, അടിപൊളി പെയിന്റിങ് ഡിസൈനൊക്കെ, വർക്ക് അടിപൊളി. ഇനി എല്ലാ റൈഡിനും എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. നമ്മൾ ഇവരൊക്കെ മെക്കാനിക്സ് ആണ്. അപ്പം നമ്മളെ പല സമയത്തും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിക്കലും ഇവരൊന്നും അവർക്ക് ഫ്രണ്ട് ലൈനിൽ കാണാൻ പറ്റില്ല. കാരണം നമ്മളെ വീഡിയോസിൽ അങ്ങനെ വളരെ വളരെ കുറവാണ്. അന്ന് നമ്മൾ വീഡിയോ എടുത്തിരുന്നു? ഇല്ല, അന്ന് സർവീസിനെ കാണിക്കുന്നുണ്ടല്ലേ. അന്ന് ആ ഒരു വണ്ടി സർവീസിന് ആരും അറിയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പക്ഷേങ്കിൽ നമ്മളൊക്കെ ലൈഫിൻ്റെ എന്താ പറയുക, വിജയത്തിൻ്റെ പുറകിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഈ വണ്ടി എവിടെ കംപ്ലൈൻ്റ് ആയാൽ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന പുള്ളിയാണ്. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യും, വിളിക്കും. പുള്ളി എനിക്ക് അഡ്വൈസ് തരും കേട്ടോ. അപ്പോൾ അന്നേരമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അല്ല, വീട് എവിടെ പറഞ്ഞോ? അടിപൊളി. എൻ്റെ വീട് ചാവക്കാട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് ചാവക്കാട് എടക്കഴി എന്ന് പറഞ്ഞു. ഷാക്കിർ ഒരു വർഷം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ കയറാൻ പറ്റില്ല. രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം